ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നേരത്തെ ക്വസ്റ്റിൻ്റെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ 31% ഓഫ് ദ ഐറ്റംസ് ആർ അണ്ടർ 45. 31% ഐറ്റംസും 45 താഴെയാണ് എന്തോ ഒരു സാധനം. ആൻഡ് 8% ആർ എബോവ് 60. ഇത് ഡയറക്റ്റ് പ്രോബിലിറ്റിയിൽ എങ്ങനെ എഴുതാം? പ്രോബിലിറ്റി എന്തോ ഒരു ഐറ്റം എക്സ് 31% ഓഫ് ദ ഐറ്റംസ് ആർ അണ്ടർ 45. അണ്ടർ എന്ന് പറയുമ്പോൾ ഇതിന് താഴെ, ലെസ് ദാൻ. അപ്പോൾ ആ എന്ത് ചെയ്തിരിക്കണം? കൂർത്തിരിക്കണം. എക്സിനെക്കാട്ടി കുറവ്, 45 കുറവാണ് എക്സ്, അണ്ടർ 45 ആണ്. അതിൻ്റെ പ്രോബിലിറ്റി 31%. 31% എന്ന് പറഞ്ഞാൽ 0.31. ഞാൻ വീണ്ടും എഴുതിക്കൊണ്ടിരുന്നില്ല. 31/100 ആണ്. 31/100 എന്ന് 0.31. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് 8% ആർ എബോവ് 64. അതായത് പി ഓഫ് എക്സ്, എക്സിനെക്കാട്ടി വലുത്, എക്സ് എത്രയെക്കാട്ടി വലുത്? 64 വലുതാവുന്നത് എത്ര ശതമാനമുണ്ട്? 8%. 0.08. 8/100 രണ്ട് സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിട്ട് അപ്പോൾ 0.08 കിട്ടി. അപ്പോൾ ഇത് രണ്ടും വെച്ചുകൊണ്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ്സ് മീൻ. ഇതിൻ്റെ മീൻ, അതായത് മ്യൂ കണ്ടുപിടിക്കണം, ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയും കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ പരിപാടി. നമുക്കിത് നേരത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലായിരുന്നു. നേരത്തെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ഈ പെർസെൻറ്റേജ് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു. ഇത് ഡയറക്റ്റ് രണ്ട് വാല്യൂസ് തന്നിരിക്കുന്നു. ആ വാല്യൂസ് വെച്ചുകൊണ്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഒന്ന് ഏറ്റവും രസമാണെന്നുള്ളത് ആലോചിച്ചോളാം. അത് വെച്ചിട്ട് വേണം ഓപ്പറേറ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാം. ഫസ്റ്റ് സാധനം എടുത്തു. then P of എന്താണ്? X is less than 45 which is equal to 0.31 എന്ന് തന്നിട്ടുണ്ട്. എക്സ് റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്തിലേക്ക്? ഇസഡിലേക്ക് റീപ്ലേസ് ചെയ്താൽ അത് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ വെച്ചാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പം എക്സിൻ്റെ സ്ഥലത്ത് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഇസഡ് കൊടുക്കാൻ പറ്റും. പക്ഷേ 45 ഇങ്ങനെ മാറും. ഇസഡ് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ സ്ഥലത്ത് 45 കൊടുത്ത് മാറ്റണം. അതായത് 45 മൈനസ് മ്യൂ ബൈ സിഗ്മ എന്നാവും. അപ്പോൾ അതാണ് ഞാനിവിടെ കൊടുക്കാനുള്ളത്. 45 മൈനസ് മ്യൂ ബൈ സിഗ്മ എന്നായി. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൊണ്ടുവന്നു. 0.31 ആണ് വാല്യൂ അപ്പുറത്ത്. ഇനി ഇതിൻ്റെ പ്രോബിലിറ്റി ഞാൻ എങ്ങനെയാണെന്നൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ്, ഒരു മീൻ വിത്ത് റെസ്പെക്റ്റ് ഇവിടുത്തെ കർവ് ഇങ്ങനെ കിടക്കുവാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇങ്ങനെ ഏകദേശം 0 = 0 മീനിൽ വരുന്നു. -∞ to +∞ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് കിടക്കുന്നു. അതിന് വിത്ത് റെസ്പെക്റ്റ് ഉള്ള ഏരിയ എൻ്റെ അടുത്ത് കർവ് കണ്ടുപിടിക്കുക. എനിക്ക് ഈ സാധനം കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഞാൻ പോകുമ്പോൾ ഇസഡ് ഈസ് ലെസ് ദാൻ 0.45. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ലെഫ്റ്റോ റൈറ്റോ അങ്ങനെ നോക്കണം. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് അസ്യൂം ചെയ്ത്, ഇപ്പോൾ 45 മൈനസ് മ്യൂ ബൈ സിഗ്മ ഇവിടെയാണ് കിടക്കുന്നതെന്ന് അസ്യൂം ചെയ്തത്, അതായത് ഈ ഒരു വാല്യൂ. അപ്പോൾ ഇതിനെക്കാട്ടി ഇസഡ് ലെസ് ദാൻ ആണ്. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഇടത്തോട്ട് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ വലത്തോട്ട് വന്നില്ല. അപ്പോൾ ഇടത്തോട്ടുള്ള സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഏരിയ വരും അല്ലേ? അതായത് -∞ മുതൽ ഇവിടം വരെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇതുവരെ ഉണ്ട്. അപ്പം അതിനെ നമുക്ക് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കുക. എനിക്കറിയാം ഫസ്റ്റ് ഹാഫ്, ഈ ഒരു ഹാഫിൻ്റെ പ്രോബിലിറ്റി 0.5 ആണ്. ഇപ്പോഴത്തെ ഹാഫിൻ്റെ പ്രോബിലിറ്റി 0.5. അപ്പോൾ ഈ 0.5 പ്രോബിലിറ്റിയുടെ കൂടെ ഇത്ര പ്രോബിലിറ്റി കൂടെ ആഡ് ചെയ്താൽ ഈ ഒരു സാധനത്തിന് എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് -∞ to z = 0 വരെയുള്ള പ്രോബിലിറ്റി, അത് ഓൾറെഡി എത്രയാണെന്ന് അറിയാം, 0.5 ആണെന്ന് അറിയാം. അപ്പോൾ ഈ ഒരു സാധനത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് 0.5 പ്ലസ് ഇവിടെ നിന്ന് ഇതുവരെയുള്ള പ്രോബിലിറ്റി എനിക്ക് അറിയാത്തതുകൊണ്ട് അതെങ്ങനെ എഴുതുന്നു? 0 മുതൽ ഇതുവരെയുള്ള 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ എന്താണ് 45 മൈനസ് മ്യൂ ബൈ സിഗ്മ. ആ പ്രോബിലിറ്റി കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷനായിട്ട് എഴുതുന്നു. പിന്നെ ഈക്വൽ എന്ന് പറയുന്ന സാധനം അതേപോലെ ഈക്വൽ ഇട്ടു. 0.31 എന്ന് പറയുന്ന റൈറ്റ് സൈഡിൽ ഇത് എഴുതി. ഇത് നമ്മൾ നേരത്തെ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ സാധനം ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഈ 0.5 അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ പി എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 45 മൈനസ് മ്യൂ ബൈ സിഗ്മ വിച്ച് ഇസ് ഈക്വൽ ടു 0.31 മൈനസ് 0.5. ഇവിടെ നിന്ന് പി ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 45 മൈനസ് മ്യൂ ബൈ സിഗ്മ വിച്ച് ഇസ് ഈക്വൽ ടു 0.31 മൈനസ് 5. 0.31 മൈനസ് 0.5. 0.31 മൈനസ് 0.5 വാല്യൂ -0.19 ആണ് കിട്ടുന്നത്. ഇതാണ് ഇവിടുത്തെ ട്വിസ്റ്റ്. കാരണം ഈ മൈനസ് ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റടുത്ത് മൈനസ് ഇല്ല. മൈനസ് എഴുതുന്നത് ഇത് ലെഫ്റ്റ് സൈഡിലാണെന്നാണ് അർത്ഥം. ആക്ച്വലി നമ്മളിപ്പോൾ ചെയ്യുന്നത് മൈനസ്, ഇപ്പോൾ ചെയ്തതിൽ നിന്ന് മൈനസ് വാല്യൂ വന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് നമ്മൾ പ്ലസ് ഇതിട്ട് ആണ് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് അതിനെ കൊണ്ടുപോകണമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഇവിടെ നമുക്ക് മൈനസ് വാല്യൂ ഒന്നും ഇല്ല, ഒരു മൈനസ് ഇട്ട് കൊടുത്ത് നോക്കണം. ഇവിടെ നമുക്ക് പ്രോബിലിറ്റി ചെയ്തു. അപ്പോൾ പ്രോബിലിറ്റി ചെയ്യുമ്പോൾ ഈ ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കും. ഇതെന്ന് പറയുന്നത് എന്താണ്? ഏരിയ എന്നാണ്. ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 0.19 കിട്ടുന്നത് 0.7 ഇത് ഞാൻ നേരത്തെ ഒന്ന് ചെയ്ത് നോക്കാം. 0.18 വന്ന് 0.19 ഇത് ഏത് വേണോ നിങ്ങൾക്ക് എടുക്കാം. 0.1879 എടുക്കാം,
0.1915. ഞാൻ 0.1915 എടുത്താൽ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.1915 കറസ്പോണ്ടിങ് 0.5 ആണ്. അപ്പം ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണ്. 0.500 ആണ്. 0.500. ഇപ്പോൾ ഈ 0.1950 പോകണം. അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം. ഇതെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ത് വരും? ഇതിന് നേരെ കറസ്പോണ്ടിങ് ഇവിടെയുള്ള വാല്യൂ 0.4 ആണ്. 0.4ന് തൊട്ട് മുകളിൽ ഈ 0.1879 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 0.9 കൂടെ എടുക്കും. 0.49 നമ്മളിവിടെ എടുക്കേണ്ടി വരും. അപ്പോൾ രണ്ടും വരുന്നത് വലിയ വേരിയേഷൻ ഇല്ല. അപ്പോൾ ഞാൻ 0.5 എന്ന് എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0.5 കിട്ടിയാൽ ഇതെങ്ങനെ വരത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0.5 എന്നല്ല നമ്മൾ എടുക്കേണ്ടത്, -0.5 എന്ന് എടുക്കേണ്ടി വരും. 45 മൈനസ് മ്യൂ ബൈ സിഗ്മ ഈസ് ഈക്വൽ ടു -0.5. ലെഫ്റ്റ് സൈഡാണെന്ന് അസ്യൂം ചെയ്തതുകൊണ്ട് കാര്യം ഇവിടെ മൈനസ് വന്നുകൊണ്ട് അങ്ങനെ എടുത്തോളാം. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 45 മൈനസ് മ്യൂ, ഈ സിഗ്മയും കൂടി അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാൽ -0.5 സിഗ്മ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ എനിക്ക് അവിടെ എന്ത് ചെയ്തു? കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അടുത്തത് എങ്ങനെയല്ലേ? അപ്പോൾ ഇത്രയും കാണാൻ പറ്റില്ല, ഇങ്ങനെ എഴുതി. ഇവിടെ നിന്ന് സിഗ്മ അപ്പുറത്ത് കൊണ്ടുപോയി 45 മൈനസ് മ്യൂ ഈസ് ഈക്വൽ ടു -0.5 സിഗ്മ. ഇനി ഈ സാധനം എടുക്കുന്നു. പി ഈസ് എന്താണ്? P of x greater than 64 which is equal to 0.08. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും ഇതേപോലത്തെ കളികൾ തന്നെയാണ് നടക്കുന്നത്. ഇങ്ങനെ വന്നു. ഇപ്പോൾ Z -∞ to +∞, ഇവിടെ Z = 0. അപ്പം 0.0. ഇപ്പോൾ ഇതാണ് സാധനം. x ഈസ് ഗ്രേറ്റർ ദാൻ 64. അപ്പോൾ അതിന് ഇസഡിലോട്ട് മാറ്റിയില്ലല്ലോ നമ്മൾ. ഇസഡിലോട്ട് മാറ്റണം. ഇസഡിലോട്ട് മാറ്റുമ്പോൾ P ഓഫ് എക്സിൻ്റെ സ്ഥലത്ത് ഇസഡ് വരും. ഗ്രേറ്റർ ദാൻ 64ൻ്റെ സ്ഥലത്ത് എക്സ് മൈനസ് മ്യൂ. എക്സ് മൈനസ് മ്യൂ എന്ന് പറഞ്ഞാൽ 64 മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സിഗ്മ വിച്ച് ഈസ് ഈക്വൽ ടു 0.08. ഓക്കെ, അപ്പം 64 മൈനസ് ഇവിടെ കിട്ടും 64 മൈനസ് മ്യൂ ബൈ സിഗ്മ. അപ്പോൾ ഇതിനെക്കാട്ടി ഗ്രേറ്റർ ആണ്. ഗ്രേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു റീജിയനെ കാട്ടി വലുതാന്ന് പറഞ്ഞാൽ ഈ ഏരിയയാണ് കണ്ടുപിടിക്കുന്നത്. ഈ ഏരിയ കണ്ടുപിടിക്കാൻ ഇത് ഇത്രയും കൂടെ 0.5 ഉണ്ട്. അതിന് ഇത്ര പ്രോബിലിറ്റിക്ക് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് 0.5. ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം 0.5 മൈനസ് ഇവിടെ നിന്ന് ഇതിലുള്ള പ്രോബിലിറ്റി നമുക്ക് എഴുതാം 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ ഇതുവരെ, അതായത് 64 മൈനസ് മ്യൂ ബൈ സിഗ്മ വരെ വിച്ച് ഈസ് ഈക്വൽ ടു 0.08. ഇനി ഇത് 0.5 അങ്ങ് അപ്പുറത്തുണ്ടോ. അപ്പോൾ മൈനസ് പി ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 64 മൈനസ് മ്യൂ ബൈ സിഗ്മ വിച്ച് ഈസ് ഈക്വൽ ടു 0.08 ഇവിടെ ഉണ്ട്. ഈ മൈനസ് 0.5 എന്നാവും, പ്ലസ് 0.5 അപ്പുറത്തോളം -0.5 എന്നാവും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ മൈനസ് ഓഫ് പി ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 64 മൈനസ് മ്യൂ ബൈ സിഗ്മ ഈസ് ഈക്വൽ ടു 0.08 മൈനസ് 0.5 എന്ന് പറയുന്ന വാല്യൂ കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു -4.2. അപ്പോൾ ഇത് രണ്ടും പ്ലസ് ആണ്, പോസിറ്റീവാണ്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. 0.42. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ? ഇത് ദിസ് ഈസ് ഏരിയ 0.42 വരുന്നത് എവിടെയാണ്? 0.42 ആണ്. 0.42 ഇവിടെ വരുന്നത് 0.41 ആണിത്. 0.42 എടുക്കണമെങ്കിൽ 1.4. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1.4 ആണ്. 0.4207 നേരെ മുകളിൽ കിടക്കുന്ന 0.01. അപ്പോൾ രണ്ടാമത്തെ ഡെസിബിൾ 1 ആണ്. അപ്പോൾ ഇത് ഈക്വൽ ടു ഇതെന്ന് കൊടുക്കുക. അപ്പോൾ ഫ്രം ഇത് ഫ്രം എന്താണ്? ടേബിൾ ആണെന്നൊക്കെ എഴുതിക്കോളണേ. ഞാൻ പറഞ്ഞു പോകാം, നമ്മൾ നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 64 മൈനസ് മ്യൂ ബൈ സിഗ്മ ഈസ് ഈക്വൽ ടു 1.41 അല്ലേ? അപ്പോൾ ഇനി 41 ആണ്, 1 കിട്ടും. 0.42 അല്ലേ? നോക്കട്ടെ. 0.42 നിങ്ങളുടെ ഇഷ്ടം. 64 മൈനസ് മ്യൂ ഈസ് ഈക്വൽ ടു 1.41 സിഗ്മ. ആണെങ്കിൽ ഇത് എടുക്കാം 0.41 1.4 എടുത്താലും മതി, നിങ്ങളുടെ ഇഷ്ടം. അത്ര ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഈ മുകളിലത്തെ ഇക്വേഷൻ കൂടെ താഴെ എഴുതി കഴിഞ്ഞാൽ 45 മൈനസ് മ്യൂ ഈസ് ഈക്വൽ ടു -0.5 സിഗ്മ. അപ്പോൾ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്ത് ഇക്വേഷൻ നമ്പർ 1 2 മൈനസ് 1, ഈ രണ്ടിൽ നിന്ന് 1 കുറയ്ക്കുന്നു. അപ്പോൾ 64 നിന്ന് 45 കുറച്ചാൽ 64 മൈനസ് 45 എന്ന് എഴുതേണ്ടി വരും. ഇതിൽ ഇത് കുറച്ചാൽ രണ്ടും സെയിം സൈനാണ്. അപ്പോൾ 0 ആയിപ്പോയി. ഈക്വൽ അതേപോലെ ഇട്ടി ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം. അത് 1.41 സിഗ്മ മൈനസ് അത് പ്ലസ് ആവും, പ്ലസ് 0.5 സിഗ്മ എന്നാവും. 64 നിന്ന് 45 വരെ എത്ര കിട്ടും? 64 മൈനസ് 45 19 ഈസ് ഈക്വൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 1.41 പ്ലസ് 0.5 1.91 സിഗ്മ എന്ന് കിട്ടും. സിഗ്മ ഈസ് ഈക്വൽ ടു 19 ഡിവൈഡ് ബൈ ആൻസർ 9.9. അത് ഓൾമോസ്റ്റ് എത്ര ഒരു 10. സിഗ്മയുടെ വാല്യൂ 10. സിഗ്മ 10 ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തു കൊടുത്തായി, ഇതിലെടുത്ത് കൊടുത്തായി. ഫ്രം എന്താണ് ഇക്വേഷൻ നമ്പർ 1 ബിക്കംസ് 45 മൈനസ്
mu is equal to minus 0.5 into 10. Minus sigma is equal to minus 0.5 into 10 ആണ് minus 5. ഈ 45 അപ്പുറത്ത് പ്ലസ് 45 അപ്പുറത്ത് minus 45. mu is equal to minus 50. ഇവിടെ minus mu is equal to minus 50. രണ്ടും സെയിം സൈനാണ്, രണ്ടും കൂടെ ആഡ് ചെയ്ത് അതേ സൈൻ. mu is equal to 50. This is mean, this is standard deviation. രണ്ട് സാധനവും നമുക്ക് അവിടെ എന്ത് ചെയ്തു കിട്ടിക്കഴിഞ്ഞു. That's all.